നമസ്കാരം. 6 ഫീറ്റ് നെറ്റിപ്പട്ടത്തിൻ്റെ മേക്കിങ്ങിൻ്റെ പാർട്ട് 3 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ ക്ലോത്തിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ചെയ്തത്. ഗോൾഡൻ ക്ലോത്ത് വരെ നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അകത്ത് എല്ലാം ഒന്ന് നിരത്തി വെച്ച് നോക്കുവാണ് നമുക്കെല്ലാം കറക്റ്റായിട്ട് തന്നെ കിട്ടുമോ എന്നൊക്കെ. അതിന് വേണ്ടിയിട്ടെല്ലാം നേരെ വെച്ചു. ഇനി നമുക്ക് ആ വെച്ചതിൻ്റെ അനുസരിച്ച്, അതായത് എല്ലാം കറക്റ്റാണോ നോക്കുക. കറക്റ്റാണോ നോക്കിയിട്ട് നമുക്കതൊന്ന് ചെറിയൊരു മാർക്കർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വരച്ചെടുക്കാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വയ്ക്കുമ്പോഴത്തേന് ചിലപ്പോൾ സ്ഥാനം മാറിയൊക്കെ പോകുമ്പോഴത്തേന് തെറ്റിപ്പോകും. അതുകൊണ്ട് നമ്മൾ എല്ലാം കറക്റ്റാണോ നോക്കുക ചെയ്യുന്നത്. നമ്മളൊരു ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഗോൾഡൻ ക്ലോത്തിൽ. അത് നമ്മൾ ആ സൈഡ് ബീഡ് ഓരോന്നോരോന്നായിട്ട് ഒട്ടിക്കുക. സൈഡ് ബീഡ് ഞാൻ ആദ്യത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ടല്ലോ. അകം പൊള്ളയായിട്ടുള്ള വലിയ ബീഡ്സാണ് എന്ത് സൈഡ് ബീഡ്സ്. അതുപോലെ നമ്മൾ ഫില്ലിംഗ് ബീഡ്സ് എന്ന് പറയുന്നത് അകം പൊള്ളയല്ല, അതിങ്ങനെ ഒരു ഹാഫ് ബോളായിട്ട് പൂർണ്ണമായിട്ടുള്ളതാണ് ഫില്ലിംഗ് ബോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ സൈഡ് ബോൾസ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് പശ തേച്ച് വെക്കുക. പശ ഒന്നെങ്കിൽ നമ്മുടെ സൈഡ് ബോൾസിൻ്റെ അകത്ത് തേച്ചിട്ട് വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഭാഗത്തേക്ക് പശ തേക്കുക, എന്നിട്ട് അവിടെ വരെ നമ്മൾ ഒട്ടിച്ചെടുക്കുക, വീണ്ടും പശ തേക്കുക, ഒട്ടിച്ചെടുക്കുക. അങ്ങനെയാണ് കുറച്ചും കൂടെ എളുപ്പം. നമുക്കല്ലാതെ ഓരോന്നിൻ്റെ അടിയിൽ ഈ സൈഡ് ബോൾസിൻ്റെ അടിയിലും പശ തേച്ച് ഒട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര നമുക്ക് സമയം എടുക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് പശ തേക്കുക, എന്നിട്ട് ഓരോ സൈഡ് ബോൾസ് വെച്ച് കറക്റ്റായിട്ട് നമ്മൾ തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ അടുത്ത സൈഡ് നമ്മൾ ഒട്ടിച്ചെടുക്കുക. ആ റൗണ്ട് താഴ്ഭാഗമൊക്കെ വരുമ്പോൾ കറക്റ്റ് നമ്മൾ വരച്ചതിൻ്റെ അതിൽ തന്നെ ഒട്ടിക്കണം കേട്ടോ. എന്നാലേ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ഷേപ്പ് നമ്മൾ നൂലൊക്കെ ഒട്ടിക്കുമ്പോഴായാലും വരുള്ളൂ. നമ്മൾ ഫുള്ള് അങ്ങനെ സൈഡ് ബീഡ്സ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ടോപ്പ് ഭാഗമൊക്കെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ആ റെഡ് കളറിൽ കാണുന്നത് നമ്മൾ അവിടെ വെച്ചിട്ട് ആ ഷേപ്പ് വെച്ചിട്ട് വരച്ചെടുത്താണ് കേട്ടോ. ഇതാണ് നമ്മളിനി ഫില്ലിംഗ് ബോൾസ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ലൈന് നമുക്ക് ഒരൊറ്റ തവണയും കൂടെ നമ്മുടെ സൈഡ് ലൈന് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. അത് ഞാൻ നമ്മുടെ ഫില്ലിംഗ് ബോൾസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സൈഡ് നമുക്ക് ബീഡ്സ് അങ്ങനെ അത്ര അധികം ഒന്നും കിട്ടത്തില്ല. ഒരൊറ്റ ലൈൻ വരാനുള്ളതേ കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ അത് സെപ്പറേറ്റ് പറഞ്ഞ് വാങ്ങിക്കണം. അതുകൊണ്ട് അടുത്ത ലൈന് നമ്മളിങ്ങനെ ഫില്ലിംഗ് ബോൾസ് വെച്ചിട്ട് ഒരൊറ്റ ലൈനും കൂടെ ഫുൾ നമ്മൾ ആ ഒരു ഷേപ്പിൽ ഫുൾ കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. ഞാനൊന്ന് വെച്ച് നോക്കിയതാണ് കേട്ടോ ആദ്യം. പിന്നെ ആ ഒരു ഗ്യാപ്പ്, അതായത് നമ്മൾ ചെയ്തിരിക്കുന്ന രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു ഗ്യാപ്പ്, ആ ഗ്യാപ്പ് അങ്ങനെ വരുന്നതാണ്. ഒരു ചെറിയൊരു ട്രയാങ്കിൾ അല്ല, അങ്ങനെ ഒരു ഷേപ്പിൽ ഗ്യാപ്പ് അവിടെ വരുന്നതാണ് കേട്ടോ. അതിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഗ്യാപ്പായിട്ട് തോന്നുമെങ്കിലും നമ്മൾ നിവർത്തി വെച്ച് കഴിയുമ്പോൾ അത്ര ഇതായിട്ട് തോന്നത്തില്ല. അപ്പോൾ നമ്മളിതേ സൈഡ് ഒരു ലെയറും കൂടെ ഫുൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ആദ്യം മൂലഗണപതി വെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചൂരൽപ്പൊളി സെറ്റായിട്ടാണ്, ത്രിമൂർത്തിയുടെ ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് സെറ്റായിട്ട് കിട്ടും. സെറ്റായിട്ട് തന്നെയാണ് വാങ്ങിയത്. അപ്പോൾ നമ്മൾ ആദ്യം മൂലഗണപതിയുടെ ആ ഒരു ചൂരൽപ്പൊളി നമ്മൾ ആ സെറ്റ് അവിടെ നമ്മൾ ഒരു വരച്ചെടുത്തായിരുന്നല്ലോ ഫസ്റ്റ്. ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ പശ തേച്ചിട്ട് വയ്ക്കാൻ പോവാണ്. ഇത് നമ്മൾ അത് മലത്തി വെച്ചിട്ട് നല്ലോണം പശ തേക്കണം കേട്ടോ. കാരണം ഇത് ഒരിച്ചിരി വലിയതാണല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞൊന്നും പോരാത്ത രീതിയിൽ നല്ലോണം പശ തേച്ച് അതൊന്ന് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം. ചുമ്മാ ആ ഒരു പശ ഇങ്ങനെ അതേ കൂടെ ഓടിച്ചാൽ പോരാ, നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയും കൂടെ വേണേ. എന്നിട്ട് കറക്റ്റായിട്ട് നമ്മൾ വരച്ചെടുത്ത് വെച്ചിട്ട് അതെന്ത് ചെയ്യുക, ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ഷേപ്പ് കറക്റ്റാണോ നോക്കണം. എന്നിട്ട് നമുക്ക് പ്രസ്സും കൂടെ ചെയ്ത് കൊടുത്താൽ അതായി. ഞാൻ അതിന് മുകളിലുള്ള കൊമള ഇപ്പോൾ ഒട്ടിക്കുന്നില്ല, കാരണം നമ്മൾ നമുക്ക് ഏറ്റവും പുറകിൽ വെൽവെറ്റും കൂടെ ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ വെൽവെറ്റും കൂടെ ചെയ്യാനുള്ളത് കൊണ്ട് ആ പുറകിലത്തെ ഇപ്പം ചെയ്യുന്നില്ല, അതായത് ആ കൊമള ചെയ്യുന്നില്ല. കാരണം നമ്മൾ തിരിച്ചിടുമ്പോൾ ചിലപ്പോൾ സ്ക്രാച്ചൊക്കെ വീഴുമല്ലോ. അതുപോലെ നമ്മൾ ആ വരച്ചെടുത്ത ആ ഒരു ഇതിലേക്ക് ഷേപ്പിലേക്ക് നമ്മളെല്ലാം ഓരോന്നോരോന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ്. മൂലഗണപതിയുടെ, അതുപോലെ തന്നെ ത്രിമൂർത്തിയുടെ, നവഗ്രഹങ്ങളുടെ, അഷ്ടവസ്തുക്കളുടെ എല്ലാം നമ്മൾ ആ ചൂരൽപ്പൊളി സെറ്റ് കറക്റ്റായിട്ട് വെക്കുവാണ്. ഈ സൈഡിലൊക്കെ വെക്കുന്നത് രണ്ട് സൈഡിലും ഒരേപോലെയാണോ നേരെയാണോ വരുന്നതെന്നൊക്കെ നമ്മൾ നോക്കണം കേട്ടോ. അതിന് ആദ്യം ഒന്ന് അളന്ന് നോക്കി വരച്ച് വെച്ചിട്ട് വേണം നമ്മളിതൊക്കെ ഒട്ടിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഓരോന്ന് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്ന് ഫുൾ ചെയ്ത് കഴിയുമ്പോഴത്തേന് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫില്ല് ചെയ്ത് തുടങ്ങാം.
ഇതൊരു 6 ഫീറ്റ് നെറ്റിപ്പട്ട ആയതുകൊണ്ട് ഫില്ല് ചെയ്യാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം അത്യാവശ്യം നല്ല നീളം വരുമല്ലോ. ഇത് നമ്മൾ ആ സൈഡിലത്തെ എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ത്രിമൂർത്തി വയ്ക്കാം. ത്രിമൂർത്തി ഞാൻ പറഞ്ഞല്ലോ ചൂരൽപ്പൊളി നമുക്ക് സെറ്റല്ല, അതുകൊണ്ട് തന്നെ ചൂരൽപ്പൊളി നമുക്ക് ഒട്ടിച്ചെടുക്കണം. അതുകൊണ്ട് ത്രിമൂർത്തി ഞാൻ അവിടെ ആദ്യം വയ്ക്കുകയാണ്. എന്നിട്ട് നമുക്ക് ചൂരൽപ്പൊളി ഒട്ടിക്കാനുള്ള സ്പേസ് നോക്കിയിട്ട് വേണം മുകളിലോട്ട് നമ്മൾ അടുത്ത, അതായത് പാർവതി ലക്ഷ്മി സരസ്വതിയുടെ ഒക്കെ ചൂരൽപ്പൊളി അവിടെ വെച്ചിട്ടുണ്ട്, അത് നോക്കിയിട്ട് വേണം കേട്ടോ. അതുപോലെ തന്നെ ഈ ത്രിമൂർത്തിയുടെ ചൂരൽപ്പൊളി വയ്ക്കാൻ തുടങ്ങുക, കാരണം ഒട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറിച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓരോന്നോരോന്നായിട്ട് വെച്ച് നോക്കുക. നമ്മൾ ആ ചൂരൽപ്പൊളി ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു സൈഡ് ഷേപ്പ് കണ്ടോ, അത് നമുക്കൊരു ഇച്ചിരി പാടാണ്, എങ്ങനെ വന്നാലും ചെറിയൊരു ഗ്യാപ്പൊക്കെ വരും. അടുത്ത് നമ്മളിതേ ചന്ദ്രക്കല വെച്ച് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ 11 ചന്ദ്രക്കലയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 11 ചന്ദ്രക്കലയും അതിൻ്റെ ഇടയ്ക്ക് എന്തുണ്ട്, ഓരോ ചെറിയ ബോൾസും വരുവേ. അത് നമ്മൾ കറക്റ്റായിട്ട് വെച്ച് നോക്കിയിട്ട് ഒന്ന് വരച്ചെടുത്തിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് നമ്മൾ ഒട്ടിക്കാനുള്ളതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ കൊമ്മളകളെല്ലാം ഞാൻ പറഞ്ഞല്ലോ തിരിച്ചിട്ടിട്ട് ആ വെൽവെറ്റ് ഒട്ടിച്ചിട്ട് മാത്രമേ ഒട്ടിക്കുകയുള്ളൂ. ഇനി നമ്മൾ ഫില്ല് ചെയ്യാൻ തുടങ്ങുവാണ്. ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോന്ന് നമുക്ക് എത്രത്തോളം റൗണ്ടിൽ ചെയ്ത് വരാവോ അതാണ് ഏറ്റവും ഭംഗി നെറ്റിപ്പട്ടത്തിന് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ നമ്മൾ ഓരോന്നിനും റൗണ്ട് ചെയ്ത് കൊടുക്കുക. റൗണ്ട് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി വരുന്ന സ്പേസിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഫില്ല് ചെയ്ത് വരാൻ. എത്രത്തോളം റൗണ്ട് ചെയ്ത് കൊടുക്കാവോ അത്രത്തോളം റൗണ്ട് ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ പശ തേക്കുമ്പോൾ സൂക്ഷിക്കണം, ഒരുപാട് അങ്ങ് ഒഴുകി പോരുത് പശ, കാരണം അത് ഉണങ്ങിക്കഴിയുമ്പോൾ ഒരു യെല്ലോ ഷെയ്ഡിൽ കാണും ഈ മുത്തുകൾക്കിടയ്ക്ക്. അതുകൊണ്ട് ഒത്തിരി കൂടിപ്പോകാതെ അതുപോലെ ഒത്തിരി കുറഞ്ഞും പോരുത്. കുറഞ്ഞു പോയെങ്കിൽ നമ്മൾ നെറ്റിപ്പട്ടം റോൾ ചെയ്തൊക്കെയല്ലേ നമ്മൾ കൊടുക്കുക. റോൾ ചെയ്ത് കൊടുത്ത് ചിലപ്പോൾ നൂർക്കുമ്പോൾ തന്നെ അതിങ്ങി പോരും. നമ്മളിതേ താഴെഭാഗം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ, ആ ഒരു നമ്മൾ സർക്കിൾ ചെയ്തിരിക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായല്ലോ. അതുപോലെ തന്നെ ചെയ്തു പോണേ. ചുമ്മാ റാണ്ടായിട്ട് ഒട്ടിച്ചാൽ ആ ഒരു ഭംഗി നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടത്തില്ല. ഇതിപ്പോൾ ഞാനിനി കുറച്ച് ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിൻ്റെ വീഡിയോ ആണ് എടുത്തിട്ടുള്ളത്. ഓരോ ഭാഗം ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് വരുന്നതിൻ്റെ. എനിക്ക് നമ്മൾ ഈ ഒരു ഫില്ല് ചെയ്ത് വരാൻ 2 ദിവസമാണ് എടുത്തത് കേട്ടോ. ഇത്ര വലിയ നെറ്റിപ്പട്ട ആയതുകൊണ്ടാണ് 2 ദിവസത്തോളം എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് വരാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ആ ത്രിമൂർത്തിയുടെ അവിടെ വരുമ്പോഴും ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ഫില്ലിംഗ് ബീഡ്സ് നമുക്ക് തീരെ ചെറിയ സൈസിലും അതിൽ തൊട്ട് വലിയൊരു സൈസുകളോടെ നമുക്ക് കിട്ടും. നമുക്ക് ആ ഗ്യാപ്പ് വരുന്നിടത്ത് ഇതിലേതാണോ ചേരുന്നത് നോക്കി നമുക്കത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ആ ഒരു മേൽഭാഗം മാത്രമേ ഉള്ളൂ നമുക്ക് തീരാനായിട്ട്. അതും കൂടെ കഴിഞ്ഞാൽ നമ്മളിതേ ഫുൾ ബീഡ്സ് വർക്ക് ഫുൾ കഴിയും. ഇത് കണ്ടോ, നിങ്ങൾക്ക് ആ റൗണ്ട് ഇപ്പോഴിതിൽ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ നിങ്ങൾ ഒട്ടിച്ചെടുക്കണേ. ഇവിടെ ആ കുഞ്ഞ ബീഡ്സ് കണ്ടോ, അത് ഗ്യാപ്പ് ഫില്ലിംഗ് ബീഡ്സ് ആണേ. അല്ലെങ്കിൽ നമ്മുടെ ആ ബീഡ്സിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആ ഒരു വലിയ ബീഡ്സ് കൊടുക്കാനുള്ള സ്ഥലമില്ല. ഇത് കണ്ടോ, ഇവിടെ 2-3 അതുപോലെ ഉണ്ട്. അതായത് നമ്മൾ ആ മേളിലോട്ട് ചേർന്ന് വരുന്ന എല്ലാ ചൂരൽപ്പൊളിയുടെ ഇടയ്ക്ക് നമുക്കിങ്ങനെ സ്പേസ് വരും. അപ്പോൾ നമുക്ക് ഈ ഗ്യാപ്പ് ഫില്ലിംഗ് ബീഡ്സ് ഉണ്ടെങ്കിൽ നമുക്കത് ഫില്ല് ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. അതും കൂടെ നിങ്ങൾ ചോദിച്ചെന്തായാലും വാങ്ങണം. കുഞ്ചലും ഒക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാവേ. ടാറ്റാ ബൈ ബൈ, സീ യു.